Hello and welcome to the second session on income tax video series. So in today's sessions we are going to talk about IHP, that is income from house property. As you know, there are 5 heads of income, right? That is number 1 salaries, number 2 income from house property, number 3 profits or gains from business or profession, number 4 capital gain, and number 5 income from other sources. And today's topic is around IHP, that is income from house property. Let's get started with IHP. So IHP from section 22 to section 27. It includes section 22 chargeability, section 23 annual value, section 24 allowable deductions, section 25 inadmissible deductions, section 25A subsequent receipt of arrears of rent, section 26 income from co-owned property, and section 27 deemed owner. Okay, let's start with the first section, that is section 22 chargeability. Computation of income under the head IHP starts with the determination of annual value of the property. So, what is chargeable to tax? Annual value. In the annual value, property annual value. So, what is property? Property means one building and surrounding land. ഒരു building അതിന് ചുറ്റുമുള്ള land. That is land appurtenant. Otherwise, we can say land attached to the building. So property എന്താണ്? Property consists of any building or land appurtenant thereto. So building includes residential buildings, factory buildings, offices, shops, godowns and other commercial building. അപ്പോൾ building പറയുമ്പോൾ residential buildings മാത്രമല്ല, it also includes commercial buildings or land appurtenant thereto. അത് മീൻ ചെയ്യുന്നത് എന്താ? ലാൻഡ് കണക്റ്റഡ് വിത്ത് ദ ബിൽഡിംഗ്, അതായത് അതിന് ചുറ്റുമുള്ള ലാൻഡ്. അതിപ്പോൾ ഗാർഡൻ ആവാം, ഗാരേജ് ആയിരിക്കാം. ഓക്കെ, here you have to note one point, that is rent received from vacant land is not taxable under IHP because vacant land is not a house property. Only land appurtenant to a building is covered under IHP. നമുക്കൊരു ബിൽഡിംഗ് അതിന് ചുറ്റുമുള്ള ലാൻഡ് അത് മാത്രമേ ഹൗസ് പ്രോപ്പർട്ടിയിലാവുള്ളൂ. ഓക്കെ, വാക്കൻറ്റ് ലാൻഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻക്ലൂഡഡ് ആവില്ല. അപ്പോൾ വാക്കൻറ്റ് ലാൻഡ് അത് കൊടുത്തിട്ട് എന്തെങ്കിലും അതിൽ നിന്ന് റെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ IHPയുടെ അണ്ടറിൽ ടാക്സ് ചെയ്യില്ല. അത് ടാക്സ് ചെയ്യുക മോസ്റ്റ്ലി അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ചാർജ് ചെയ്യുക. ചില കേസിൽ അത് PGBPയിലും ഇൻക്ലൂഡ് ചെയ്യാം. PGBP മീൻസ് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. നോർമലി വേക്കൻറ്റ് ലാൻഡിൽ നിന്ന് ഒരു റെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുക ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ്, IFOS. ഓക്കെ, സോ സെക്ഷൻ 22 ഓവർ അതിൽ ചാർജബിലിറ്റിയാണ് നമ്മൾ കണ്ടത്. വാട്ട് ഈസ് ചാർജബിൾ ടു ടാക്സ് അണ്ടർ ദിസ് ഹെഡ്? വാട്ട് ഈസ് ചാർജബിൾ ടു ടാക്സ് അണ്ടർ IHP? അപ്പോൾ അവിടെ എന്താണ് ചാർജബിൾ ആയിട്ടുള്ളത്? ആനുവൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി. അവിടെ പ്രോപ്പർട്ടി എന്താ നമ്മൾ കണ്ടു, ഇനി ആനുവൽ വാല്യൂ എന്താണെന്ന് അറിയണം. ദാറ്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് ആനുവൽ വാല്യൂ. ഹൗ ടു ഡിറ്റർമിൻ ആനുവൽ വാല്യൂ? സോ ദർ ഈസ് എ ഫോർമാറ്റ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. സോ 3 columns, നമ്പർ, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ആനുവൽ വാല്യൂ കാണാനായിട്ട് നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ അതിൽ ഫോർമാറ്റിൽ ഫസ്റ്റ് വൺ ഫെയർ റെൻറ്റ്. ഈ ഫെയർ റെൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഫെയർ റെൻറ്റ് 1,50,000. സപ്പോസ് ഇറ്റ് ഈസ് 1,50,000. ഓക്കെ, ദെൻ സെക്കൻഡ് മുനിസിപ്പൽ വാല്യൂ 1,40,000. ഈ 2 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. ഏതൊക്കെ തമ്മിലാണ്? ഈ ഫെയർ റെൻറ്റും മുനിസിപ്പൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് തേർഡ് അതിൻ്റെ കമ്പയർ ചെയ്ത റിസൾട്ടാണ് ഞാൻ തേർഡിൽ എഴുതുന്നത്. തേർഡ് ഹയർ ഓഫ് 1 and 2. 1 and 2 എന്ന് പറഞ്ഞാൽ 1 ഫെയർ റെൻറ്റാണ്, സെക്കൻഡ് മുനിസിപ്പൽ വാല്യൂ ആണ്. അപ്പോൾ ഫെയർ റെൻറ്റും മുനിസിപ്പൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്ത് കിട്ടുന്ന ഹയസ്റ്റ് എമൗണ്ട്, വിച്ച് ഇസ് ഹയസ്റ്റ് എമൗണ്ട്? 1,50,000, റൈറ്റ്? അപ്പോൾ തേർഡ് ഞാൻ എഴുതി ഹയർ ഓഫ് 1 and 2, ദാറ്റ് ഈസ് 1,50,000. ദെൻ ഫോർത്ത്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് റെൻറ്റ്. സപ്പോസ് ഇറ്റ് ഈസ് 1,35,000. ഈ ഫെയർ റെൻറ്റ്, മുനിസിപ്പൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻറ്റ് ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഇറ്റ്സ് ഓൾറെഡി ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. യു ഹാവ് ടു കാൽക്കുലേറ്റ് വിച്ച് ഈസ് ഹയർ ആൻഡ് വിച്ച് ഈസ് ലോവർ. അത് നമ്മൾ ആ ഫോർമാറ്റിൽ ഞാൻ പറയാം, അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഫോർത്ത് വൺ സ്റ്റാൻഡേർഡ് റെൻറ്റ് ആണ്. സപ്പോസ് ഇറ്റ് ഈസ് 1,35,000. സോ ഫിഫ്ത്ത് എക്സ്പെക്റ്റഡ് റെൻറ്റ്. എക്സ്പെക്റ്റഡ് റെൻറ്റിന് ഫുള്ളായിട്ട് റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് നമുക്ക് കൊടുക്കാം, അതായത് RER, റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ്. അപ്പോൾ റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? യു ജസ്റ്റ് കമ്പയർ 3 and 4, ദാറ്റ് ഈസ് ലോവർ ഓഫ് 3 and 4. നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞപ്പോൾ ഹയർ ഓഫ് 1 and 2 ആണ് എടുത്തത്. പക്ഷേ ഇവിടെ നമ്മൾ
റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലോവർ ഓഫ് 3 and 4. അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്നത് 1,50,000 ആണ്. 4 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റെൻറ്റ് 1,35,000 ആണ്. വിച്ച് ഈസ് ലോവർ 1,35,000. സോ ഫിഫ്ത്ത് എക്സ്പെക്റ്റഡ് റെൻറ്റ് 1,35,000. ഓക്കെ. ദെൻ സിക്സ്ത് എഴുതുന്നത് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ആണ്. ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ. സപ്പോസ് ഇറ്റ് ഈസ് 1,32,000. Then seventh is GAV, that is gross annual value. അത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും രണ്ട് വാല്യൂ കമ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് ഹയർ ഓഫ് 5th and 6th. എഗെയിൻ അവിടെ ഹയർ വാല്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 5th 1,35,000 ആണ്, 6th 1,32,000 ആണ്. അപ്പോൾ അതിൽ ഹയർ 1,35,000. സോ ദാറ്റ് ഈസ് ഗ്രോസ് ആനുവൽ വാല്യൂ 1,35,000. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സിൽ നിങ്ങൾക്ക് അറിയേണ്ടത് ജസ്റ്റ് രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യണം. ആദ്യം ഫെയർ റെൻറ്റ്, മുനിസിപ്പൽ വാല്യൂ രണ്ടും കൂടി കമ്പയർ ചെയ്യുക, ഹയർ എടുക്കുക. ദെൻ ആ എമൗണ്ടും തേർഡ് കിട്ടിയ ആ എമൗണ്ടും സ്റ്റാൻഡേർഡ് റെൻറ്റും കൂടി കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 5th ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് റെൻറ്റ് കിട്ടും. ആ എക്സ്പെക്റ്റഡ് റെൻറ്റ് എടുക്കുമ്പോൾ ലോവർ ആണ് എടുക്കേണ്ടത്. അവിടെ മാത്രമേ നിങ്ങൾ രണ്ട് വാല്യൂ നോക്കുമ്പോൾ ലോവർ എടുക്കേണ്ടൂ. അതായത് 3 and 4th കമ്പയർ ചെയ്യുമ്പോൾ 5th നിങ്ങൾക്ക് ലോവർ എമൗണ്ട് ആണ് എടുക്കേണ്ടത്. ദെൻ 6th ആനുവൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. വീണ്ടും 5th 6th കൂടി കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഹയർ എടുക്കുന്ന എമൗണ്ട് ആണ് നിങ്ങളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ദാറ്റ് ഈസ് ഹയർ ഓഫ് 5th and 6th. എഗെയിൻ ഹയർ സെലക്ട് ചെയ്യുക, അത് മാത്രം തെറ്റിപ്പോരുത്. അപ്പോൾ നമുക്ക് ഫൈനൽ എമൗണ്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേഷൻ. ഓക്കെ, ഗ്രോസ് ആനുവൽ വാല്യൂ വരെ അപ് ടു ദിസ് പോയിൻറ്റ് ക്ലിയർ ഐ തിങ്ക്. ഇനി ഈ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് നമുക്ക് മുനിസിപ്പൽ ടാക്സ് കൂടി ഡിഡക്റ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് നെറ്റ് ആനുവൽ വാല്യൂ. സപ്പോസ് മുനിസിപ്പൽ ടാക്സ് ഇസ് 10,000. സോ ആ 1,35,000 അല്ലേ നമുക്ക് നെറ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടിയത്. അതിൽ നിന്ന് 10,000 ഡിഡക്റ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് നെറ്റ് ആനുവൽ വാല്യൂ. ദാറ്റ് ഈസ് 1,25,000. ക്ലിയർ?